ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എംസ് വേൾഡ് തിരൂര്. എല്ലാവർക്കും ഇന്ത്യൻ്റെ ഫാമിലിൻ്റെ വക ഈദ് മുബാറക്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം കാണുന്ന എൻ്റെ ഉമ്മാൻ്റെ ഈ സേമിയ ഡിഷാണ്. പെരുന്നാളാകുമ്പോൾ എനിക്ക് സാധാരണ പറ്റണ ഒരു ദോശയും കടിയൊന്നും പറ്റൂല. മാനുവിൻ്റെ ഒപ്പം പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവനായും തന്നെ കുളിച്ച് മാറ്റി നിന്നിക്കണം. അജുവിനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. എന്നിട്ട് ഈ പഹയന്മാർ ഉറക്കമില്ല എന്ന് വിചാരിച്ച് പ്രായി പറഞ്ഞിരിക്കേറ്റാണ്. പള്ളിക്കൊക്കെ പോകാനായപ്പോൾ തന്നെ ഋഷി ഏറെക്കുറെയൊക്കെ ശരിയായി. പിന്നെ മാനും ഋഷിയും കൂടെ നേരെ പള്ളിക്കൊക്കെ പോയി. ഞാനെന്തോ ഒരു പണിയിൽ പെട്ടോണ്ട് ഇപ്പോൾ പള്ളിക്കൊക്കെ പോകണം എനിക്ക് എടുക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ നേരെ വന്ന് ചായ കുടിക്കാനിരുന്നു. ഏറെക്കുറെ ഇന്നെ വിചാരിച്ചിട്ടാണ് എൻ്റെ അമ്മ ഈ കടി ഉണ്ടാക്കുന്നത്. പണ്ടൊട്ടേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മക്ക് ഇതെന്നും ഉണ്ടാക്കി തരും പെരുന്നാൾക്ക്. പള്ളിക്കന്ന് വന്നപ്പോൾ പിന്നെ മാനുവിൻ്റെ ഐഫോണും ഫുള്ള് ബിസി. പിള്ളേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ കേസ് പിള്ളേരും. എന്നാലും ഓനെ കൊണ്ടേക്കണേക്ക് പല ലുക്കിൽ ഓരെ കൊണ്ട് നടത്തിക്കണുണ്ട്. അജു പിന്നെ മുടിയും കൂടെ വെട്ടിയപ്പോൾ ഓൻ്റെ മോച്ചായം കൂടെ മാറിയിരിക്കണം. വീഡിയോ എടുത്ത് കളറായി വരുമ്പോഴാണെങ്കിലോ അജുവിനെ എറുമ്പും കടിച്ച് കളറാക്കി. പിന്നെ ചെക്കൻ അങ്ങോട്ട് തുടങ്ങിയില്ല മാന്തല്. ഞാനീ മാറ്റിയിരിക്കണമൊന്നും നോക്കണ്ട, എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് കുറേ സമാധാനം ഉണ്ടാവും. കുളി കഴിഞ്ഞപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ടിടാൻ വേണ്ടിയിട്ട് മുബുവിൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു ചുരിദാറും കൊടുന്നിരുന്നു. അതെടുത്തിട്ട് കുളി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബീനെ കയ്യുമ്പോൾ കാണാണ്ടാവില്ല. ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും ഒരു ഇടലിൽ നിൽക്കൂല, രണ്ടിടൽ എന്തായാലും ഇടേണ്ടി വരും. മൈലാഞ്ചി പോയത് പറയാൻ വേണ്ടി ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉമ്മ അത് അച്ചാറിട്ട് കാണിച്ചു തരാൻ നിൽക്കണം. ഞാനിട്ട് അച്ചാർ എങ്ങനെ ഉണ്ട്, രസം ഉണ്ടാകും നോക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ചും തന്നു. സംഭവം രസം ഉണ്ടായിരുന്നു. ഇന്നലേറ്റ് ഉണ്ടാക്കിയാണ് എൻ്റെ ഉമ്മ ഈ അച്ചാർ. അതും വേങ്ങി ഞാൻ നേരെ കൊലായ്മക്കും വിട്ട് തിന്നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലേന്ന് ഇട്ടാ തിരക്കടൊന്നും ഇല്ലേന്ന്. രസം ഉണ്ടായിരുന്നു. രസം ഉണ്ടെന്ന് പറഞ്ഞാണ്ട് എന്താ എൻ്റെ മൂന്ത മാറണമെന്ന് വിചാരിക്കരുത്. പുളി കൊണ്ടാണ് കേട്ടോ മൂന്ത മാറിയത്. നേരത്തെ മാറ്റിയവരേതോ കുടുക്ക് കഴിച്ചിട്ട് ഇറക്കണം. എൻ്റെ അമ്മാൻ്റെ ചോറും പരിപാടി മുഴുവനാവായിട്ടാണ് മാനു ഈ നിന്ന് പപ്പടം തിന്നണത്. ഇമ്മാക്ക് എന്തൊക്കെയാ അല്ലറ ചില്ലറ പണികളുള്ളൂ. ഇമ്മാൻ്റെ ചോറും ഇറച്ചി പൊരിച്ചൊക്കെ കഴിക്കണം. ഏട്ടനും അഞ്ചനും ഫോണുമ്പോൾ സൈഡ് അയക്കണം. ഒരാളെ പുറത്ത് ചോട്ടിയിട്ടൊക്കെയാണ് ഫോൺ കാണുന്നത്. ഇപ്പം മൊയലിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോഴാണ് എനിക്ക് എൻ്റെ മിലുവിനെ തന്നെ ഓർമ്മ വരുന്നത്. ഞാൻ ഓരോന്നിൽ പെട്ടപ്പോൾ പിന്നെ ഓളിയും മറന്ന്. രണ്ടാം പെരുന്നാൾക്ക് ഫ്രൈഡ് റൈസ് വെക്കാന്ന് പറഞ്ഞു എൻ്റെ അമ്മ. അപ്പോൾ പിന്നെ ഫസ്റ്റത്തേന് വെറും ചോറാണ്. ആ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതോ മാനു ഇല വെട്ടണ്. ബിരിയാണിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഇതേപോലെ ഇലമ്മ കൂടും. എൻ്റെ അമ്മ പറഞ്ഞാൽ ഒരു പാത്രം മോറണ്ടല്ലോ. കോഴി ഇറങ്ങിയപ്പോൾ പിന്നെ ഫ്രൈ പാനിക്ക് ഉണക്കസ്രാവ് കയറി. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് പരിപാടിയുമൊക്കെ നിന്ന്. ഈ ഡ്രസ്സ് എനിക്ക് ഇവിടുന്ന് പെരേന്ന് എടുത്താണ്. ഇത് മാനുവാണ് കേട്ടോ വാങ്ങി തന്നെ. മുബുവിൻ്റെ അവിടുന്ന് പിന്നെ വേറെ ഉണ്ട്. മുബു പിന്നെ നാട്ടിലുള്ളതുകൊണ്ട് നമ്മളിഷ്ടത്തിന് പോയിട്ട് ഡ്രസ്സ് എടുക്കാമല്ലോ. എൻ്റെ അമ്മക്ക് ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ പിന്നെ നല്ല കണ്ടറിഞ്ഞ് ചോദിച്ചിട്ടേ വാങ്ങി തരുള്ളൂ. എൻ്റെ അമ്മക്ക് പിന്നെ എൻ്റെ സ്വഭാവം ശരിക്കും അറിയാമല്ല. എനിക്കൊരു സാധനം പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത് അതേ ചേൽക്കിരിക്കും. പിന്നെ ഞാൻ ആ സാധനം തൊടൂല. പിന്നെ അത് രണ്ടിടലിട്ടാൽ പിന്നെ വേറെ ആരെടുത്തെങ്കിലും ഏക്കാരം. അതുകൊണ്ട് എനിക്ക് ഒരാൾ ഡ്രസ്സ് വാങ്ങിത്തരുന്ന പരിപാടിനോട് ഇഷ്ടമില്ല. ഞാനൊരു കാര്യം ചിന്തിക്കുള്ളൂ, ഇഷ്ടമില്ലാത്തൊരു സാധനം അവിടെ മുറിയിലിരിക്കണം കാട്ടി നല്ലല്ലേ ഇഷ്ടമുള്ള സാധനം പത്തട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ മുബു നാട്ടിലുള്ളതുകൊണ്ട് മുബുവിൻ്റെ ഒപ്പം പോയിട്ട് എനിക്ക് പറ്റിയെടുക്കാമല്ലോ. അങ്ങനെ ഏകദേശം എൻ്റെ മാറ്റിൽ കഴിഞ്ഞു തുടങ്ങിയിരിക്കണം. ഇതിന് വോയിസ് ഇടുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന എൻ്റെ ഫ്രണ്ട്സിനെയാണ്. കാരണം പിള്ളേരെപ്പോഴും ചോദിക്കും മൂസിനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഉള്ളു ചാള് കുത്തലെന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുത്തണാണ് എളുപ്പം. എൻ്റെ അമ്മ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ വിളിക്കാൻ വന്നേന്ന്. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ടേ ചെല്ലുള്ളൂ എന്ന് അറിയണോണ്ട് എൻ്റെ അമ്മ അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങനെ ഫൈനലി എൻ്റെ ഒരു മാറ്റിൽ കഴിഞ്ഞ് അടുത്ത് മുബ് വന്നിട്ട് പിന്നെ എൻ്റെ അമ്മ പാല് ചെയ്യാൻ നിൽക്കണം. പായ്ക്കും പാലും ചക്കരൊക്കെ പാടിയിട്ട് ഉണ്ടാക്കണേന്. എൻ്റെ അമ്മമാരും വേസന്മാർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെന്ന്. എനിക്കാണെങ്കിൽ ഈ സാധനം കണ്ടും തിരിച്ച് കണ്ടുകൂടായിരുന്നു. നിങ്ങളവിടെ കണ്ട അങ്ങനത്തെ പരിപാടി. പിന്നെ മുസ്ഫി ഇല ഇടാൻ നിൽക്കണം. പലർക്കും പല ചേൽക്കുള്ള ഇലയാണ്. ഒരേ മാതിരത്തെ ഇലകളൊന്നും കാണാനില്ല. അജുൻ ഋഷി ഇല ഇട്ടേക്ക് തന്നെ ചോറ് കഴിക്കാനിരുന്ന്. മുസ്ഫി അപ്പുറത്ത് നിന്ന് പറയിക്കണുണ്ടോ അവനെ കൊണ്ട് ഇടാത്ത ക്രെഡിറ്റൊക്കെ അങ്ങനെ ചോദിച്ചു വാങ്ങാം. പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത മനുഷ്യന്മാരല്ലേ കുപ്പായം കൂടെ ഇടാതെ ചോറ് കഴിക്കണത്. പിന്നെ അവരെ കൂടെ ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ പെരുന്നാൾക്ക് രസമാണ്. പണ്ടൊക്കെ പെരുന്നാൾക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരാരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം മാനൊക്കെ അന്ന് ഗൾഫിലായിരുന്നു. ഞങ്ങൾ ചോറ് കഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അജുവിൻ്റെ ഋഷുവിൻ്റെ ഒക്കെ ചോറ് കഴിക്കൽ കഴിഞ്ഞ്. ചോറ് കഴിക്കൽ കഴിഞ്ഞാൽ ഇനി എവിടേക്ക് പോവാന്നുള്ളതൊക്കെ തീരുമാനമാവുള്ളൂ. എന്തായാലും പലരും പല ഭാഗത്ത് കേൾക്കാരും. ചോറ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഇനി എവിടേക്കാ പോവാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മുമ്പുള്ളതുകൊണ്ട് പിന്നെ എവിടേക്കെങ്കിലൊക്കെ പോവും. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഇനി കുറച്ച് നേരം ഇരിക്കും. പണ്ട് ചെറുതായി നിന്ന് ഇതേ ഇരുത്തത്തിലിരുന്ന് കുറേ ആണ്ട് നൂലോൽക്കും ചെയ്യും. എവിടേക്കും പോവായിട്ട്. വിരുന്നേരൊക്കെ ഞങ്ങളോടൊക്കെ വന്നിരുന്നു. ഞങ്ങളാരോടൊപ്പം പോക്കില്ല. അപ്പോൾ പിന്നെ എനിക്കത് ചടക്കും. ഇമ്മാൻ്റെ മാറ്റിൽ കഴിഞ്ഞപ്പോൾ പിന്നെ എമ്മ ഇപ്പം കൂടെ അമ്മായിൻ്റെ വരെയൊക്കെ പോവുകയാണ്. അവരിനി എന്തായാലും എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് തീരുമാനമാക്കിയിട്ടേ വരുള്ളൂ. പിന്നെ ഞാൻ അടുത്ത റൗണ്ട് മൈലാഞ്ചി ഇടാൻ നിന്ന്. ഇട്ട മൈലാഞ്ചിയൊക്കെ അപ്പോത്തിന് പോയില്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ മൈലാഞ്ചി ഇടാനും അറിയോ. പിന്നെ മുബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാറ്റാൻ നിന്ന്. ഒരു വട്ടട്ട മേക്കപ്പ് എന്തായാലും പോയിക്കണ്. ഞാൻ അവിടെ ചെറുതായിട്ട് കിടന്നാണ്ട് ഉറങ്ങി. അപ്പോൾ പിന്നെ നേരവും കുറച്ച് വൈകിക്കണം. ഇനി മുബ് വരുമ്പോഴത്തേന് ഏതായാലും എൻ്റെ പരിപാടി ആക്കണം. ഇതാണ് ഞാനും മുബും കൂടെ പോയിട്ട് എടുത്ത ഡ്രസ്സ്. ഞാൻ വീഡിയോ എടുക്കണ കാണാൻ വേണ്ടിയിട്ട് പലരും എത്തിപ്പാളി വന്നോക്കുന്നുണ്ട്. ക്യാമറൻ്റെ മുന്നിൽ വരാതെ മുബും ഉണ്ട് കസാലം ഇരിക്കണം. എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? പിന്നെ കുറച്ച് നേരം മുബുവിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. സംഭവം മാച്ചാക്കി എടുത്ത കുപ്പായൊന്നും ഇല്ലേന്ന്. ലാസ്റ്റ് ഇട്ട് വന്നപ്പോൾ രണ്ടാളത് ഒരേ മാതിരിയിരിക്കണം. പിന്നെ ഞങ്ങൾ പെരേന്ന് ഇറങ്ങി. കൂട്ടായൊക്കെ എന്തായാലും തിരക്കാവും. അതുകൊണ്ട് പിന്നെ ഉണ്ണിയാൽ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു മുബു.
ബീച്ചിക്ക് പോണ വഴിക്ക് അങ്ങനെ തോനെ ആൾക്കാരൊന്നും കണ്ടില്ല. അങ്ങോട്ട് എൻ്റെക്ക് എത്തുന്നതിനനുസരിച്ചിട്ടായിരുന്നു ആൾക്കാർ കൂടിയെന്ന്. വന്ന് നിന്നോടത്ത് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലെങ്ത് വീഡിയോ ഒഴിവാക്കി ഷോർട്സ് എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷെ എടുക്കൽ പിന്നെ ലെങ്ത് തന്നെ ആവും. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരു തലക്കെന്ന് മറ്റേ തലക്കൊക്കെ അങ്ങോട്ട് നടന്ന്. രണ്ടാളും ഒരേ കളർ കുപ്പായിട്ടോണ്ടാന്ന് അറിയില്ല. ആൾക്കാരൊക്കെ ഞങ്ങളങ്ങനെ നോക്കുക. ആൾക്കാർ വിചാരിക്കും മാച്ചാക്കി മാപ്പിളയും പെണ്ണുങ്ങളും ഇട്ടുകണെന്ന്. കിട്ടിപ്പോയതാന്നിപ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇമ്മാൻ്റെ ഒക്കെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ കടലിൻ്റെ ആണ്ട് ഇറങ്ങുകയൊക്കെ ചെയ്യും. എല്ലാത്തപ്പോൾ കാലും കൂടെ നനയൂല. കടലുണ്ടാ പിന്നെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരേ മാതിരിയാണ്. വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതാ പോണ വഴിക്കൊല്ലൊരു ഫ്രീക്കാൻ. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുട്ടി നല്ല പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള പീടികളൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി. വീഡിയോ എടുക്കാമെന്ന് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ വൈകി തിന്നണ്ടേ. മുമ്പ് പറഞ്ഞ് കുറച്ചും കൂടെ നടന്നുകൂടെ ആ തലക്കുണ്ട് എന്ന്. ഈ ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോൾ പിന്നെ ആളിങ്ങനെ കൂടൽ തുടങ്ങി. ഇവിടെ ഇനി ഇത് മാത്രമാണോ വേറെ എന്തെങ്കിലും പാർക്കും സംഭവമൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. മുബ് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഹാലിൽ നടക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ച കടൻ്റെ അവിടെ എത്തി. അവിടുന്ന് മുബ് സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കടൽ കാണാൻ വന്നാൽ പിന്നെ ചെരണ്ടീസ് മുഖ്യം. അങ്ങനെ ഓരോ ഗ്ലാസ് ചെരണ്ടീസും വാങ്ങി അവിടെ ഇരുന്ന് അതും തിന്ന്. ഇങ്ങനെ തെങ്ങിൻ്റെ ഓട്ട് ഇരുന്ന് തിന്നുമ്പോൾ കാക്കനെയും തേങ്ങനൊക്കെ പേടിക്കണ്ടേ. പിന്നെ ഒരു കടല പാക്കറ്റും വാങ്ങി. ഞാനും മുബും അതും തിന്നുങ്ങാണ്ട് നേരെ പിന്നെ വന്നോടത്തേക്കാണ് നടന്ന്. ആ തലക്കാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം പുളിച്ചാറും കൊയലും ആയിരുന്നു. അത് വാങ്ങാൻ വേണ്ടി മുബു അത് ചാടി കടന്നിട്ടൊക്കെ പോണ്. അങ്ങനെ അവിടുന്ന് മുബു കൊയലും പുളിച്ചാറൊക്കെ വാങ്ങുന്നുണ്ട്. വീഡിയോ എടുത്തിട്ടാണ് അപ്പോൾ മുബു എന്നെ നോക്കണുണ്ട്. മുബു കൊയലും പുളിച്ചാറൊക്കെ ആയിട്ട് ചാടി കടന്ന് വരുന്നുണ്ട്. അങ്ങനെ അവിടെ തന്നെ നിന്ന് കൊയലൊക്കെ തിന്ന് ഞങ്ങൾ തിരിച്ച് പെരേക്ക് വരാൻ നേരമായപ്പോഴത്തേനും അതാ സൂര്യൻ ഇറങ്ങി വരാൻ തുടങ്ങിയിരിക്കണം. പിന്നെ ഞങ്ങൾ നേരെ പെരേക്ക് പോന്ന്. പോണേ ഇൻ്റെ കൊടുക്കല്ല മുബുവിൻ്റെ കൊടുക്കാണ്. അവിടെ പോയിട്ട് ഇനി എൻ്റെ പെരേക്ക് വരുള്ളൂ. ഇനി മുബുവിൻ്റെ വീട്ടിൽ പോകല്ലേ. അപ്പം ഇനി വീഡിയോ എടുക്കൽ നടക്കൂല. അതുകൊണ്ട് പിന്നെ വരണ വയ്ക്കുന്നതിന് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോന്നു. ഇരുട്ടാവണതിന് മുന്നേ മുബുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴാണ് അവർ പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. മുബുവിൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പടക്കം പൊട്ടിച്ചിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും എളാപ്പാൻ്റെ വീടിൻ്റെ അവിടെ മുറ്റത്ത് പോയിരുന്നു. ആൻറ്റി എളാപ്പി വാർപ്പിൻ്റെ ഇല നിന്നുകൊണ്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. അങ്ങനെ കുറേ നേരം അത് കാണാൻ വേണ്ടി ആ റോട്ടുമ്മൽ നിന്ന് വീഡിയോ എടുക്കണം. വണ്ടിയും പോകുന്നുണ്ട്, പടക്കം പൊട്ടിക്കണത് കാണും വേണം. ഞങ്ങൾ റോട്ടുമ്മൊക്കെ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ വീഡിയോ എടുക്കാനൊക്കെ പറ്റി. മറ്റൊരു പിന്നെ മുറ്റത്ത് തന്നെ നിന്നുകൊണ്ട് അവർക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നിന്നാൽ വീഡിയോ എടുക്കൽ നടക്കൂല. പാത്തു പിന്നെ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ മുബുവിൻ്റെ ഒപ്പം കൂടി. ഞാൻ നിൽക്കുക കഴിഞ്ഞ് വന്ന ഉടനെ പാത്തുവിന് എന്നെ തീരെ കണ്ടുകൂടിയെന്ന്. പിന്നെ ഇപ്പോഴൊക്കെ പാത്തുവിൻ്റെ അടുത്തൊക്കെ വരും. സായി വന്നപ്പോൾ ചോക്കോബാറൊക്കെ കൊടുന്നിരുന്നാലോ. അപ്പോൾ അതൊക്കെ തന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇമ്മ വേണമെങ്കിൽ തിന്നാതെ പോവുകയും ചെയ്ത്. കുരങ്ങൻ്റെ അടുത്ത് പൂമാലിട്ട് വന്ന് ഇട്ടിക്കണം. അതേമാതിരി മുബു ആ ചോക്കോബാർ കൊണ്ടുനടന്ന് കലീച്ചി തിന്നില്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ. ആ കുട്ടി കൊടുക്കുകയാണെങ്കിൽ അത് തിന്നീന്ന്. പിന്നെ കുറേ നേരം പാത്തുവിൻ്റെ തൊള്ളപടായും കേട്ട് അവിടെ അങ്ങനെ ഇരുന്ന്. ഓള് പിന്നെ വർത്താനം പറയാൻ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി.